ഐഫോണിൻ്റെ മദർബോർഡ് റീബോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റെൻസിലാണ് മീജിങ്ങിൻ്റെ ഏകദേശം X-13PROMAX വരെ വരുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ട് വന്നതാണ്. 13PROMAX വരെ എക്സ് മുതൽ 13PROMAX വരെ വേറൊരു ബ്രാൻഡ് ഇറക്കിയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ഒരു ഓർമ്മയിലേക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. QLൻ്റെ ഉള്ള വരെ 12PROMAX വരെ ഉള്ളൂ. ഇവിടുത്തെ ഇപ്പോൾ XS Max 11 11 Pro 11 Pro Max 12 12 mini 12 Pro 12 Pro Max 13 13 mini 13 Pro 13 Pro Max അതുവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരൊറ്റ സെറ്റ് സ്റ്റെൻസിൽ. പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് നമ്മൾ PPD അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റാൻഡ്, ഒരു എന്താ പറയുക, ഹാൻഡിൽ മാതിരിയുള്ളൊരു ടൂളും കൂടി വരുന്നുണ്ട്. അത് കുറച്ച് നല്ല ഉപകാരമാവും. അതധികം അങ്ങനെ കിട്ടാത്ത മോഡലാണ്. അതിൻ്റെ വേറെ മോഡൽ ഇപ്പോൾ വന്നിരുന്നു, പക്ഷേ അതിനെക്കാട്ടിയൊക്കെ നല്ല ഷാർപ്പ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്ന രണ്ട് ടൂള്, പിന്നെ ഒരു സിം ട്രെയിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു ചെറിയൊരു മോൾഡ് മാതിരി ചെറിയ പീസ് ഉണ്ട്. അത് പിന്നെ വേറെ എന്ത് പീസ് വെച്ചാലും മതിയോ, പക്ഷേ ആ ഹാൻഡിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ മൊത്തം സെറ്റും വരുന്നുണ്ട് എത്രത്തോനെ. പിന്നെ Z20 Pro ആണ് മോഡൽ നമ്പർ വരുന്നത്. ഇപ്പോൾ ഇറങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചൻ്റെ അടുത്തൊക്കെ ആവുന്നേ ഉള്ളൂ ഇവിടുത്തെ മാർക്കറ്റിൽ എത്തിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഈ മോഡലിലായിരിക്കും ഇനിയിപ്പോൾ എല്ലാവരും വാങ്ങിക്കുക. മറ്റേത് ഓരോന്ന് സെപ്പറേറ്റ് QLൻ്റെ സെപ്പറേറ്റ് വരുന്നൊരു ഈ മോൾഡ് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഒരു കല്ല് മാതിരി മുകളിലും കൂടി വെക്കുന്ന ഓപ്ഷൻ ഉള്ളതുണ്ട്. പക്ഷെ അത് കൂടുതൽ ആൾക്കാർ വെച്ചാൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് തന്നെ വാങ്ങുള്ളൂ. അതായിരിക്കും കുറച്ചും കൂടി സുഖമായിട്ട് ചെയ്യാൻ. ഇത് പിന്നെ എപ്പോഴെങ്കിലൊക്കെ വർക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരൊറ്റ സെറ്റ് വാങ്ങി വയ്ക്കുന്നതായിരിക്കും ലാഭം. കാരണം വെച്ചാൽ മറ്റേത് അത്രയ്ക്ക് എമൗണ്ട് കൊടുക്കണ്ടേ. ആ ഒരു സ്റ്റാൻഡ് വാങ്ങുന്ന എമൗണ്ടിൽ കുറച്ചുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇത് മൊത്തമായിട്ട് കിട്ടും. സ്റ്റെൻസിലൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, മറ്റേ മാതിരി തന്നെ ഉണ്ട്, അത്ര വലിയ മോശമായിട്ടൊന്നുമില്ല. പിന്നെ അതിനിപ്പോൾ ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ. പിന്നെ ഇതിലെന്തോ ഒരു സൈറ്റിലെന്തോ കേബിൾ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. പക്ഷേ ഈ ബോർഡ് ഇതിൽ തന്നെ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു റീബോൾ ചെയ്യുന്ന മുന്നേ. പിന്നെ ഇപ്പം എന്താ പറയാണ്ട്, നല്ല മാഗ്നറ്റിക് പവറാണ് ആ ബ്ലാക്ക് അത് വരുന്ന. നല്ല മാഗ്നറ്റ് പറഞ്ഞാൽ സ്ട്രോങ് മാഗ്നറ്റ്. നമുക്ക് സ്ക്രൂ ഡ്രൈവറൊക്കെ മാഗ്നറ്റൊക്കെ ഉപയോഗിക്കാം ഇതുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട്. ആ നീല കളർ വരുന്ന സാധനം ശരിക്കും ഒരു മാഗ്നറ്റ് പവറും ഇല്ലാത്ത സാധനം. പക്ഷെ അടിയിലുള്ള അതിൻ്റെ മാഗ്നറ്റ് പവറിൻ്റെ മുകളിൽ മറ്റേത് വരെ പിടിച്ച് നോക്കുക. അപ്പം അങ്ങനെ പെട്ടെന്ന് ഒരിക്കലും ഇളകി പോകാൻ സാധ്യതയില്ല. ആ ബ്ലാക്ക് മോൾഡിൻ്റെ മുകളിൽ നമുക്ക് സാധാരണ സ്റ്റെൻസിലും വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കി നോക്കേണ്ടി വരും. നമ്മൾ സാധാരണ നോർമൽ വരുന്ന സ്റ്റെൻസിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മാഗ്നറ്റിൻ്റെ മുകളിൽ പിടിക്കുന്നതാണെങ്കിൽ എന്നുവെച്ചാൽ ഫ്ലാറ്റായിട്ട് വരുന്ന ആ കാന്തത്തിൻ്റെ മോൾഡ് അതിനെ കൊണ്ടേ ആ സ്റ്റാൻഡ് ബാക്കിയുള്ളതിനെ കൂടി ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും വിചാരിക്കുന്നു. അത്രയ്ക്ക് മാഗ്നറ്റ് പവർ ഉണ്ട് അതിനെക്കൊണ്ട്. സാധാരണ സ്റ്റെൻസിൽ വെച്ച് ഇപ്പോൾ നമ്മൾ റീബോൾ ചെയ്യുന്നുണ്ടല്ലോ, അതിന് സാധാരണ മറ്റേ ഇതിൻ്റെ മുകളിലൊക്കെ വെക്കുന്നതിൻ്റെ പകരം ബ്ലാക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റെൻസിൽ അതിൻ്റെ മുകളിൽ വല്ല ഒട്ടിയെന്നുള്ളൂ. അറിയില്ല കേട്ടോ, ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടപ്പോൾ തോന്നിയൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. സ്റ്റെൻസിൽ അതിൻ്റെ മുകളിൽ ഫുള്ള് ഒരു ഓയിൽ മാതിരി എന്തോ ഒരു ലിക്വിഡ് ഉണ്ട്. കേടായി പോകാതിരിക്കാനോ റസ്റ്റ് അടിക്കാതിരിക്കാനായിട്ടായിരിക്കും. കിട്ടുന്നില്ല രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട്. പിന്നെ ഇപ്പോൾ
പിന്നെ ആ സിം ട്രെയിൻ്റെ മുകളിൽ വെക്കാനുള്ളതെന്ന് തോന്നുന്നു, ചെറിയൊരു പീസും കൂടി വരുന്നുണ്ട്, ഒരു എന്നൊക്കെ എഴുതിയിട്ട്. എന്താണെന്നറിയില്ല, ചെയ്യുന്നവർക്കെന്നെ അറിയില്ലുണ്ടാവുള്ളൂ. പിന്നെ ആ ഹീറ്റിംഗ് പ്ലാറ്റ്ഫോം മെക്കാനിക്കിൻ്റെ ഉണ്ട്, ചെറിയ വില ഉള്ളൂ കേട്ടോ. ഏറ്റവും നല്ലത് അതാണ്. ഈ ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ട് ആ ഹീറ്ററൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ടി വരും. ഏറ്റവും വില കുറഞ്ഞ ഏതെങ്കിലും ഹീറ്റിങ്ങിൻ്റെ മെഷീൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റേ 8, 10, 12 കൊടുത്തെടുത്തിട്ട് കംപ്ലൈൻറ്റ് ആവലൊന്നുമില്ല, പക്ഷെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കേണ്ടി വരും. സൺഷൈൻ്റെ ഒക്കെ അത് വന്നിരുന്നു, ആ ഹീറ്റിങ്ങിൻ്റെ കോയിൽ മാത്രം ആ മെഷീൻ്റെ, പക്ഷെ അതൊന്നും ഇപ്പം പിന്നെ ആരും ചെയ്യുന്നില്ല. അതിൽ ഇത്രമാത്രം മോൾഡ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ. ഇനി അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടോയെന്ന് അതറിയില്ല, അപ്പോൾ അതിനെ കൊണ്ട് എണ്ണ എത്ര ഉണ്ടെന്നും അറിയില്ല. പിന്നെ നീല കളറുള്ള അത് 3 വരുന്നുണ്ട്. ചെറിയ നീല കളർ വരുന്ന മോൾഡിൻ്റെ മുകളിൽ ചെറിയൊരു മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന ഒരു ചെറിയൊരു കമ്പിമായൊരു പീസ് കണ്ടില്ല, അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റെൻസിൽ കറക്റ്റ് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആവുള്ളൂ. നല്ല ലോക്കായി നിന്നുള്ളൂ, അതിൽ നിന്നാൽ അത് നിന്നോളൂ. അത്രയ്ക്കും പവറുണ്ട് കാന്തത്തിന്, അടിയിലുള്ള ബ്ലാക്ക് പ്ലാറ്റ്ഫോമിന്.